ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അതിനായിട്ട് ഒരു ഗ്ലാസ് ഇഡ്ഡലി അരി 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇത് 5 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് നന്നായിട്ട് കഴുകി നമുക്കിന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. അപ്പം നല്ല ഇത് മിക്സി ചൂടാവാതെ നല്ല മയത്തിലുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ കഴുകിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എടുത്താലും നല്ലതായിരിക്കും. ഇപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത അരിയും ഉഴുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നല്ല ചൂട് സമയം കൂടെ ആയതുകൊണ്ട് നമുക്കിത് 2 പാത്രത്തിലാക്കി വയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് പുളിച്ച് താഴെ പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് 2ആയിട്ട് വയ്ക്കുക. ഇനി അടച്ച് ഓവർനൈറ്റ് പുളിക്കാനായിട്ട് വയ്ക്കുകയാണ്. നമുക്കിനി കടല രാത്രിയിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് കടലയാണ് ഒരു കറി ഉണ്ടാക്കാനായിട്ട്. 1 സവാള, ഒരു 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. കഴുകിയെടുത്ത കടലയിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ എപ്പോഴും നമുക്കാകുമ്പോൾ മടുപ്പ് വരുമ്പോൾ ഇതുപോലൊരു കടലക്കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 8 വിസിലോളം ഞാൻ വയ്ക്കുന്നുണ്ട്. അത് നമുക്കിനി ഇഡ്ഡലിയുടെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2 പാത്രത്തിൽ വെച്ചിരുന്നാണ് ഞാനിത്. 2 കൂടെ മിക്സ് ചെയ്യാം. നല്ല ചൂട് സമയമായതുകൊണ്ട് ഇത് വളരെ പെട്ടെന്നത് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി മാവ്. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരിക്കലും ഇത് നമ്മൾ ഫെയിലാവില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി നമുക്കിതുപോലെ തയ്യാറാക്കാം. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഇഡ്ഡലി എങ്ങനെയാണ് സോഫ്റ്റായിട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ മതിയാവും. നമ്മുടെ മാവെല്ലാം ഇഡ്ഡലി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ തട്ട് വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ തേച്ചതാണ്, വെളിച്ചെണ്ണ തേച്ച് വെച്ചിരിക്കുന്ന തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ ഒന്ന് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ സാധാരണയായിട്ട് കുക്ക് ചെയ്യാറുള്ളത്.
ഇനി നമുക്ക് കടലയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കടല നന്നായിട്ട് വേവണം. അതിൽ നിന്ന് ഒരു തവി കടല എടുത്ത് നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. ഒരു അരക്കപ്പ്, ഒരു പിടി തേങ്ങ മതിയാവും ഇതിന്. ആറിയതിന് ശേഷം കടല അതിൻ്റെ കൂടെ ചേർത്ത് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കരിവേപ്പില ചേർത്തു. ഒരു ചെറിയൊരു മുറി സവാള അരിഞ്ഞത്, ഒരു ഉണക്കമുളക്, ഒരൽപ്പം തേങ്ങ ചെറുതായി അരിഞ്ഞത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് തീരെ കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. പിന്നെ ഗരം മസാല ഞാൻ ചേർക്കുന്നില്ല, എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർക്കാറില്ല. പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഒരു അര ടീസ്പൂണോളം ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. അതിനുശേഷം പൊടിയുടെയൊക്കെ പച്ചവാസന മാറുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിൻ്റെ കൂടെ ചേർക്കാം. അതിനുശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാനായിട്ട് വെക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കിത് വയ്ക്കാം. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നമുക്കിതുപോലെ തയ്യാറാക്കാം. ഒന്ന് കുറുകാനായിട്ട് വയ്ക്കാം നമുക്കിത് തന്നെ. ഒരു 2 മിനിറ്റൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പാകത്തിലുള്ള കറി റെഡിയാവും. നമ്മുടെ ഇഡ്ഡലി റെഡിയായിട്ടുണ്ട്. ഇതിൽ നിന്നാണ്ട് നമുക്കൊന്നും പറ്റിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇത് കുറേ സമയം ഇരുന്നാലും നമുക്കിത് തന്നെ ഒട്ടും ഡ്രൈ ആകാതെ നല്ല സോഫ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ഇതിരിക്കും. ഇഡ്ഡലിയുടെ കൂടെ കടലക്കറിയും കൂടെ സെർവ് ചെയ്യാം. നല്ല കൊഴുത്ത് നല്ല തിക്കായി അത് കടലക്കറി ഇരുന്ന്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം, ഹൈപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.